അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പ്രത്യക്ഷത്തിൽ വിമർശിച്ചതിൻ്റെ പേരിൽ നിരോധനം ഏർപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ നിരോധനം ഏൽക്കേണ്ടി വന്നൊരു സംഘടനയാണ് RSS. അതിനപ്പുറം RSS അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. RSSൻ്റെ സംഭാവന എന്തായിരുന്നു ആ സമയത്ത്? അതിപ്പോൾ ഈ ചോദ്യം പ്രധാനമായിട്ട് വരുന്നത് ശ്രീ MA ബേബിയിൽ നിന്നാണ്. ബേബി ഒരു നല്ല തമാശക്കാരനാണ്. കാരണം കേരളത്തിലെ ആകെയുള്ള അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ മൊത്തം സംഖ്യ 253. അതിനകത്ത് RSSും ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ടവരെണ്ണം 116. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ജയിലിൽ മിസ പ്രകാരം തടവിലാക്കപ്പെട്ടവരെണ്ണം 103 പേരാണ്. ഞാനത് എൻ്റെ പുസ്തകമുണ്ട്, അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൻ്റെ പേര്. ഞാനതിനകത്ത് എല്ലാവരും 253 പേരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. MA ബേബിയുടെ ആരെങ്കിലും ഇറക്കിയിരിക്കുന്ന ഏതെങ്കിലും പുസ്തകമുണ്ടോ? ആ പുസ്തകത്തിനകത്ത് ഇവരാരെങ്കിലും പേരുകൾ പറഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞിട്ടില്ല. കാരണം സത്യസന്ധമായിട്ട് ഇത്തരം പേരുകൾ വെളിപ്പെടുത്താൻ ശ്രീമാൻ MA ബേബിക്ക് സാധ്യമല്ല. അതിന് പ്രധാനമായിട്ട് കാരണം എനിക്ക് ബേബി തന്നെയാണ്. കാരണം ബേബി അന്ന് SFIയുടെ നേതാവാണ്. അദ്ദേഹം SFIയുടെ നേതാവായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് വിദ്യാർത്ഥി പരിഷത്തും SFIയും അതേപോലെ തന്നെ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗം എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു അടിയന്തരാവസ്ഥ വിരുദ്ധ വിദ്യാർത്ഥി മുന്നണി ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എറണാകുളത്തൊക്കെ വന്നിരുന്നു. അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. 8 പേരോ 9 പേരോ മറ്റേ കമ്മിറ്റിക്കകത്ത് വരിക. ആ കമ്മിറ്റിക്കകത്ത് വരുന്നതിൽ MA ബേബിയും അതുപോലെ തന്നെ തോമസ് ഐസക് പിൽക്കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അയാളും അതിനകത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം അതിൻ്റെ നക്കൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് T സതീശൻ എന്ന് പറയുന്ന ആളെയും തോമസ് ഐസക്കിനും തയ്യാറാക്കി അതിനെ ചുമതലപ്പെടുത്തി. അവർ രണ്ടും കൂടി അത് ഡ്രാഫ്റ്റ് ചെയ്തു. ആ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്, അത് അച്ചടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ RSSൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് ഇവർക്ക് 650 രൂപ കടം കൊടുക്കുകയാണ്. ഈ കടം വാങ്ങിച്ചതിന് ശേഷം ബേബി പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണ്. അതിനുശേഷം ബേബി പറയുന്നത് ഞങ്ങൾ സമരത്തിനില്ല, കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആള് സാക്ഷാൽ MA ബേബിയാണ്. അന്ന് ബേബി SFIയുടെ നേതാവാണ്. അന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് EMSനെ പോലുള്ള ആളുകളാണ്. അപ്പോൾ ആ തരത്തിൽപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന് അംഗീകാരം കൊടുക്കില്ല. അതിന് നിരവധി ഉദാഹരണങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ K രാമൻപിള്ള എന്ന് പറയുന്ന ലോക സംഘർഷ സമിതിയുടെ സംസ്ഥാന കൺവീനറുണ്ട്. അധ്യക്ഷൻ പ്രൊഫസർ MP മൻമോഹൻ സാറാണ്. അവർ ആ സമയത്ത് രാമൻപിള്ള ആ സമയത്ത് EMSനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് എന്നുള്ള MLA ആയിട്ടുള്ള മലമ്പുഴയിലെ അന്നത്തെ MLA കൃഷ്ണദാസാണ്. കൃഷ്ണദാസിന് ചോദിച്ചപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ് അടുത്ത മാസം പോയിട്ടുണ്ടെങ്കിൽ EMSനെ അവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് കാണാമെന്ന് പറയുകയാണ്. അവിടെ ചെന്ന സമയത്ത് EMS കാണാൻ കൂട്ടാക്കുന്നതിന് പകരം EMSന് വേണ്ടിയിട്ട് അന്നത്തെ പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള VS അച്യുതാനന്ദൻ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളെ പോലീസ് അന്വേഷിക്കുന്ന ആളാണ്. അങ്ങനെ പോലീസ് അന്വേഷിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് EMS തയ്യാറില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, നിങ്ങളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നാണ് ലോക സംഘർഷ സമിതിയുടെ കൺവീനറായിരിക്കുന്ന K രാമൻപിള്ള പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് VS പറയുന്നത്, എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഞങ്ങൾ ഒരു സമരത്തിന് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. ഇന്ന് മാത്രമല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ സമയത്ത് പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ട് മാതൃഭൂമി ദിനപത്രവും മനോരമ ദിനപത്രവും അതിനെക്കുറിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്നാ പറഞ്ഞ്. അത് സത്യമായിരുന്നു കേട്ടോ. കാരണം യുവാക്കളൊന്നും EMS പറഞ്ഞാൽ കേൾക്കൂല, അവർ AK ഗോപാലൻ പറഞ്ഞാൽ കേൾക്കും. കാരണം AK ഗോപാലിന് AKGക്ക് കുറെ കൂടി സത്യസന്ധതയുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ജാതിപ്പേര്, നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരിൽ ആഢ്യനായിട്ടുള്ള ആളുകളുടെ പേരാണ് നമ്പൂതിരിപ്പാട്. ഈ പറയുന്ന പാടും ചുമന്നുകൊണ്ട് നടക്കുന്ന EMSന് ഒരിക്കലും ഒരു സമരത്തിലും പങ്കെടുക്കാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ അനുബന്ധമായിട്ട് മറ്റൊന്നും കൂടി പറയാമല്ലോ. 1975 സെപ്റ്റംബർ മാസത്തിലാണ് കൽക്കട്ടയിൽ യോഗം ചേരുന്നത് CPM. അതിനുശേഷം അവിടെ വെച്ചിട്ട് ഇവർ തമ്മിലടി നിമിത്തം ഇദ്ദേഹം P സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. സുന്ദരയ്യ പറയുന്നത് സുന്ദരയ്ക്ക് കോൺഗ്രസിനോട് പോകാനാണ് താല്പര്യം ഉണ്ടായിരുന്നേ. അതിനുവേണ്ടി സുന്ദരയ്യ ഒരുപാട് പണിയെടുക്കേണ്ടായിരുന്നു. 1969 തുടങ്ങിയിട്ട് വലിയ പണിയെടുത്തിട്ടുള്ള ആളാണ് സുന്ദരയ്യ. അങ്ങനെയുള്ള സുന്ദരയ്യ ആ സമയത്ത് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ആ സ്ഥാനം താൽക്കാലികമായിട്ട് EMSനെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ EMS അതിബുദ്ധിമാനാണ്.
EMS ആ സമയത്ത് ജനറൽ സെക്രട്ടറി അതിൻ്റെ പേരിൽ പാർട്ടിയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കിക്കൊണ്ട് ആ കത്തുമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പോയി കാണുകയാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് കത്തുമായിട്ട് നിവേദനവുമായിട്ട് അന്ന് ഒരു പ്രതിപക്ഷ നേതാക്കന്മാരും കാണാൻ ശ്രീമതി ഗാന്ധി തയ്യാറാവില്ല. അങ്ങനെയുള്ള സമയത്ത് EMSന്റെ കൂടെയുള്ളവരും കാണാൻ പോയതിന് ചരിത്രരേഖയുണ്ടല്ലോ ഇവിടെ. അതിനെക്കുറിച്ച് എന്താ ബേബി എന്താ പറയുന്നത്? ബേബി എന്താ പറയാത്ത? എന്താ അതിനെക്കുറിച്ച് ബേബിക്ക് അതിനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ EMS അവിടെ ചെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പൂർണ്ണമായി സറണ്ടർ ചെയ്തതിൻ്റെ തെളിവുകൾ അടക്കം ഞാൻ ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഞാൻ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് EMS. മറിച്ച് AKG എങ്ങനെയായിരുന്നില്ല. AKG 1975 ആഗസ്റ്റ് മാസത്തിൽ തന്നെ എറണാകുളത്ത് വലിയൊരു ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൽ വെച്ച് അദ്ദേഹം സത്യഗ്രഹം ചെയ്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് AKG. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ 77 കഴിഞ്ഞ് AKG മരിച്ച സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ മാർക്സിസ്റ്റുകാരൻ ഒരു വലിയ പബ്ലിസിറ്റി കൊടുത്തു. എന്താ കാരണം എന്നറിയോ? EMS മറ്റേ AKG പോലീസ് തല്ലിയത്രേ. AKG തല്ലലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. AKGയോട് അന്ന് ഉണ്ടായിരുന്ന പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ വളരെ ആദരപൂർവ്വം, കാരണം AKG തല്ലാൻ സാധ്യമല്ല, അങ്ങനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം AKGയോട് വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞ സമയത്ത് AKG വണ്ടിക്കകത്ത് കയറിയതിൻ്റെ ചരിത്രവും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകെ ഉണ്ടായിരുന്ന സമരസേനാനി എന്ന് പറയുന്നത് AK ഗോപാലനായിരുന്നു സത്യാഗ്രഹത്തിന് പോയത്. ഇപ്പോൾ പിണറായി വിജയൻ ചോദിക്കും, എന്നെ തല്ലിയിട്ടില്ലേ പോലീസ്? തല്ലിയിട്ടുണ്ട്. എന്തിനാ പിണറായി വിജയൻ എന്തിനാ തല്ലിയത്? പിണറായി വിജയൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ടുണ്ടോ? സമരം ചെയ്തിട്ടല്ലല്ലോ. പിണറായി വിജയൻ അല്ലാത്ത ചില കാര്യങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി MLA ആയിരിക്കുന്ന സമയത്ത് അതിഭീകരമായി മർദ്ദിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം അത് കേരളത്തിൻ്റെ അസംബ്ലിയിൽ വളരെ ദയനീയമായിട്ട് അദ്ദേഹം അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ശ്രദ്ധിച്ചിരുന്നോ? പ്രതിപക്ഷ നേതാവ് വിഷയം അവതരിപ്പിച്ചിരുന്നോ? TK രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞോ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് കരയുന്നത് പിണറായി വിജയൻ മാത്രമായിരുന്നു. പിണറായി വിജയൻ്റെ ഭാഗത്ത് ഈ പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല. പിണറായി വിജയനായിരുന്നു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സത്യം കേട്ടോ അത് ഈ പറഞ്ഞുകൊണ്ട് ഏറ്റവും ദയനീയമായ രീതിയിൽ കേരളത്തിൻ്റെ അസംബ്ലിയിൽ അവതരിപ്പിച്ച സമയത്ത് അതിനെ ഒരു എന്താ പറയുക ഒരു പുൽക്കൊടിക്ക് പോലും അതിന് വില കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ K കരുണാകരൻ, അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്താണ് ഈ കരുണാകരൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദയനീയമായിട്ടുള്ള സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കുറച്ചും കൂടി എഴുതിയിട്ടുള്ള വേറെ ആളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന K ബാലകൃഷ്ണൻ. അദ്ദേഹം പിന്നെ പിൽക്കാലത്ത് ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയിലേക്ക് അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന പുസ്തകത്തിൻ്റെ പേര്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാതൃഭൂമിയാണ്. എനിക്കൊണ്ട് 2-3 മാസമായിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, കാരണം 1975 വളരെ പെട്ടെന്ന് അടിയന്തരാവസ്ഥ വന്ന സമയത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിച്ചേയില്ല എന്നാണ്. പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഒരു സമരസജ്ജരാകാൻ ആ പാർട്ടിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്നുള്ളവരും വളരെ ദയനീയമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, 1975 അവസാന ദിവസങ്ങളിൽ സുന്ദരയ്യ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ആത്മവിമർശനം. ആ ആത്മവിമർശനത്തിൽ അദ്ദേഹം നേരിട്ട് അവിടുന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം പോയതിനു ശേഷം അദ്ദേഹം നേരിട്ട് ബംഗാളിൽ വന്നു. പഴയ തെലങ്കാന സമരനായകനാന്നൊക്കെയാണ് പറയുക അദ്ദേഹത്തെക്കുറിച്ച്. ഈ പറയുന്ന സമരനായകന്മാരെല്ലാം ശാന്തമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം സമരം ചെയ്യുന്നവരാണ്. ആരെങ്കിലും പോലീസുകാരിൽ ലാത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓട്ടത്തിന് കണക്കുണ്ടാവില്ല, EMSൻ്റെയും സുന്ദരയ്യയുടെയൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ആത്മവിമർശനം നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ആത്മവിമർശനം പാർട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിൽക്കാലത്ത്, അവരുടെ ചില പത്രികയിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. AK ഗോപാലൻ ഇന്ത്യൻ പാർലമെന്റിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രസംഗം നടത്തി. അതിശക്തമായിട്ടുള്ള പ്രസംഗം. ആ അതിശക്തമായിട്ടുള്ള പ്രസംഗം ഇന്ദിരാഗാന്ധി ഒരിക്കലും AK ഗോപാലിനെ അംഗീകരിക്കുമായിരുന്നില്ല, EMSനെ അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം EMS ഇന്ദിരാഗാന്ധിയുടെ താളത്തിന് തുള്ളുന്നൊരു പാവ തന്നെയായിരുന്നു EMS. പക്ഷേ AKG അങ്ങനെയായിരുന്നില്ല. AKG അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തെക്കുറിച്ച് ഒരു വരിയെങ്കിലും ദേശാഭിമാനി ദിനപത്രം കൊടുത്താൽ മതിയായിരുന്നു. ഒരൊറ്റ വരി കൊടുത്തില്ല. മറിച്ച് അത് പ്രസിദ്ധീകരിച്ചത് കുരുക്ഷേത്രം, RSS നേതൃത്വം കൊടുക്കുന്ന ലോക സംഘർഷ സമിതി പ്രസിദ്ധീകരിക്കുന്ന 60,000-ൽ പരം കോപ്പികൾ അച്ചടിക്കുന്ന കുരുക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായ രൂപത്തിൽ വന്നിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല, VVK വാലത്ത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്ന
ചരിത്രകാരൻ VVK വാലത്ത്, അദ്ദേഹമാണ് സംഘകൃതികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. ഋഗ്വേദങ്ങളിലൂടെ എന്നുള്ള പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സംഘകാലങ്ങളെ സംബന്ധിക്കുന്ന, ചരിത്രകാലങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്ന VVK വാലത്ത് പറയുന്നുണ്ട്, എനിക്ക് മഹാനായിട്ടുള്ള AK ഗോപാലിന്റെ പ്രസംഗം കേൾക്കാൻ സാധിച്ചത് എൻ്റെ വീട്ടിൽ ആരോ രാത്രിയുടെ അന്തിമയാമങ്ങളിൽ എൻ്റെ വീട്ടിൽ കൊണ്ടിടുന്ന ഈ കുരുക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ വായിച്ചതെന്ന് VVK വാലത്ത്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരേപോലെ തന്നെയായിരുന്നു. CPI പരസ്യമായിട്ട് അംഗീകരിച്ചിരുന്നു. CPI അംഗീകരിച്ചതിൻ്റെ പേരിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് അടിയന്തരാവസ്ഥയുടെ സോവിയറ്റ് യൂണിയൻ്റെ അംഗീകാരം മേടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഫ്ലൈറ്റിൽ മോസ്കോയിലേക്ക് പോയിട്ടുള്ള ആളുടെ പേര് C അച്യുതമേനോൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അച്യുതമേനോൻ പോയിട്ടാണ് അതിന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോവിയറ്റ് റഷ്യയുടെ ബ്രിഷ്നേവിൻ്റെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ടത് C അച്യുതമേനോനാണ്. അത് CPIയുടെ ഭാഗമാണെങ്കിൽ CPMനെ സംബന്ധിച്ച് അവരതിനു വേണ്ടിയിട്ട് ഒരു പുൽക്കൊടി പോലും വരെ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒറ്റപ്പെട്ട ചില ആളുകൾ സമരത്തിൽ പോയിട്ടുണ്ട്, 10-15 പേര് സമരത്തിൽ പോയിട്ടുണ്ട്, കുറേ ആളുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. EMS അടക്കമുള്ള ആളുകൾ 2.5 മാസത്തിന് ശേഷം, 21 മാസക്കാലങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്, 2.5 മാസക്കാലത്തിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ചരിത്രമുണ്ട്. MP മന്മഥന്റെ സ്മൃതി ദർപ്പണം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. A ക്ലാസ് തടവ് കിട്ടാതെ വന്നതിൻ്റെ പേരിൽ അവിടെ രാത്രിയുടെ 11 മണി 12 മണിയായ സമയത്ത് അവിടെ കിടന്ന് ബഹളം കൂട്ടിയിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ചിത്രം സ്മൃതി ദർപ്പണത്തിനകത്ത് MP മന്മഥൻ സാറ് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയന്തരാവസ്ഥയുള്ള സമീപനം ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏത് നീക്കത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭാരതത്തിൽ നടക്കുന്ന ഒരു ജനാധിപത്യ സമരങ്ങളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ല, MA ബേബിക്ക് പങ്കില്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് പങ്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ഒരൊറ്റ ആൾക്കേ ഉള്ളൂ, അത് AK ഗോപാലിന് മാത്രമായിരുന്നു. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്.